ഹലോ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രോപ്പിക്കലെ ഷോറൂമിന് മുമ്പിലാണ്. അപ്പോൾ ഷോറൂമിൻ്റെ മുമ്പിൽ വന്ന് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട് ഒരു കാർ റിവീലാണ്. കാരണം ഞാൻ ഈ ഷോറൂമിൻ്റെ അടുത്ത് വന്ന് നിൽക്കണം തന്നെ ഷോറൂം കാർ റിവീൽ ചെയ്യാനാണ്. ഇപ്പോൾ മുമ്പ് ക്രാഷോയിലൂടെ വന്നാലും ഈ ഷോറൂം കൊണ്ടാൽ നമുക്ക് ഉറപ്പിക്കുക ഒരു കാർ റിവീലാണെന്ന്. പക്ഷേ ഏതാ കാർ ഗൈസ്? അന്നൊരു ദിവസം അല്ലെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾക്ക് കാറ് കാണിച്ചു തരാം. സോ ഞാൻ കുറേ പണിയെടുത്ത് നല്ല രീതിക്ക് പണിയെടുത്തുണ്ടാക്കിയതാണ്. സോ ഗൈസ്, വീഡിയോ ഓഫല്ല മീൻസ് ഔട്ട് ഓഫ് വീഡിയോ. അതായത് ഗൈസ്, ഇത് ഞാൻ പൈസ കൊടുത്തിറക്കിയോ അങ്ങനെയൊന്നുമില്ല, ഞാനിത് കൺസ്ട്രക്ഷൻ ചെയ്ത് എടുത്തതാണ്. സോ നല്ല പണിയുണ്ടായിരുന്നു, കാരണം പൈസ കൊടുത്തിറക്കാൻ പൈസ ഇല്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ കൺസ്ട്രക്ഷൻ ചെയ്ത് ഇറക്കിയതാണ്. സോ എന്തായാലും ബാക്ക് ടു വീഡിയോ. സോ വണ്ടി നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ കണ്ടല്ലോ. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും സർപ്രൈസ് ആക്കുന്നില്ല. യെസ് ഗൈസ്, ഫോർച്യൂണർ. എടാ, എനിക്ക് ദൂരം നോക്കിയപ്പോൾ നമ്മുടെ മാരുതി സുസുക്കി ഫ്രോങ്സിൻ്റെ ഒക്കെ പോലെയുണ്ട് പെട്ടെന്ന് കാണുമ്പോൾ, അല്ലേ? ആ ഒരു ഫോഗ് ലാമ്പ് നോക്കുക. എനിവേ, നമ്മുടെ ഫോർച്യൂണറാണ് ഗൈസ് ഈ കിടക്കുന്നത്. നമ്മുടെ ചാനലിലെ ലോഗോ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. സോ ഗൈസ്, നമ്മുടെ ഡിഫൻഡറിൻ്റെ ലുക്ക് മൊത്തം അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഗൈസ്. ഞാൻ നിങ്ങൾക്ക് അറിയുമെന്നറിയത്തില്ല, ഞാൻ SYN സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞൊരു ക്ലാനിൻ്റെ ഒരു മെമ്പറാണ്. സോ ഞാൻ എൻ്റെ ഡിഫൻഡർ ഒരു ഗ്യാങ് വണ്ടി ആക്കിയിട്ടുണ്ട്. വലിയ വർക്കൊന്നുമില്ല, എന്നെക്കൊണ്ട് ചെയ്യാൻ അറിയുന്ന പോലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ മെമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ക്ലാനിലെ മെമ്പേഴ്സ് അടിപൊളിയായിട്ട് കറക്റ്റായി ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്രയൊന്നും ചെയ്യാൻ അറിയത്തില്ല, എങ്കിലും ഞാൻ അത്യാവശ്യം എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ റിവ്യൂല് നോക്കുകയാണെങ്കിൽ മിക്കവാറും ചിലപ്പോൾ, ഞാൻ ഉറപ്പ് പറയുന്നില്ല, ചിലപ്പോൾ ഞാൻ അവരെയും കൂട്ടി എല്ലാവരെയും കൂടി ആയിട്ടൊരു വലിയൊരു റിവ്യൂലായിരിക്കും അത്. അപ്പോൾ ചിലപ്പോൾ ആണ്, ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഒറ്റയ്ക്ക് ഒന്ന് റിവീൽ ചെയ്യും, അല്ലെങ്കിൽ അവരെയൊക്കെ വിളിച്ച് ചിലപ്പോൾ എല്ലാവരും കൂടി ഒരു റിവീലായിരിക്കും. എന്തായാലും നമ്മുടെ ഫോർച്യൂണറിൻ്റെ കാര്യത്തിലോട്ട് വരാം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ശ്രീഹരിയൊരു ഫോർച്യൂണർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ അതെനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഫോർച്യൂണർ എടുക്കണം പറഞ്ഞിരിക്കുകയാണ്, പക്ഷേ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല. പിന്നെ ഈ ഫോർച്യൂണർ ഈ CP വേൾഡ് ലോകത്ത് കിട്ടത്തില്ല. പിന്നെ ഇതൊന്നുമില്ലെങ്കിൽ ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ടിങ് ചാർജ് എല്ലാം കൂടി എനിക്ക് ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ വാങ്ങാൻ ക്യാഷില്ല. സോ അങ്ങനെ എനിക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ടായിരുന്നു, പിന്നെ മാറ്റി വെച്ചു. അതിൻ്റെ ഇടയിൽ ശ്രീഹരി ഈ വണ്ടി കൊണ്ട് വന്നപ്പോൾ എനിക്ക് അങ്ങോട്ട് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്ത് ചെയ്യും, വാങ്ങാൻ പറ്റില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പണിയെടുത്തത് വാങ്ങിച്ചു. ഇത് ഇന്ത്യയിൽ നിന്നാണ് ഗൈസ് ഞാൻ ഇറക്കിയത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്തിട്ടില്ല. ടോപ്പിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ട്, പക്ഷേ എനിക്ക് ഫോർച്യൂണർ ഇങ്ങനെ കൊണ്ടുപോകാനാണ് ഇഷ്ടം. എന്തായാലും നോക്കാം. സോ ആകെ വർക്ക് ചെയ്തിട്ടുള്ളത് ടോപ്പിൽ ബ്ലാക്കാണ്. പിന്നെ ഇവിടെ നെക്സ്ട്രോ യൂട്യൂബ് 100% മാഡ്നസ്. ഈ 100% മാഡ്നസ് എടുത്ത് മാറ്റണോ നിങ്ങൾ പറ, കുറച്ച് കണ്ണാപ്പിയായിട്ടുണ്ടോ? എന്തായാലും എനിക്ക് അറിയത്തില്ല. പിന്നെ E4 ആണ്. E4 എന്ന് വെച്ചാൽ ഓൾ വീൽ ഡ്രൈവ് ആണ്. ഓക്കെ. ആൻഡ് ഇവിടെ പിന്നെ ഡീസൽ വണ്ടിയുണ്ട്. ഡീസൽ വണ്ടിയാണ് നമ്മുടെ. സോ പെട്രോൾ എടുത്തില്ല, കാരണം ഫോർച്യൂണർ എടുക്കുമ്പോൾ എപ്പോഴും ഡീസലാണ് എടുക്കേണ്ടത്, എന്നാലാണ് ഒറിജിനൽ എക്സ്പീരിയൻസ്. സംഭവം ഞാൻ ആദ്യം പെട്രോൾ എടുക്കാനാണ് നിന്നേ, പിന്നെ ഡീസൽ എടുക്കാൻ വിചാരിച്ചു. കാരണം പെട്രോൾ ഫോർച്യൂണറിന് ഡീസലിനേക്കാളും കുറച്ചും കൂടി വില കുറവാണ്. സോ ഞാൻ പെട്രോൾ എടുക്കാൻ വിചാരിച്ചു, പക്ഷേ അപ്പോഴേക്കും എനിക്ക് കുറച്ച് ക്യാഷ് കിട്ടി. സോ അങ്ങനെ ഞാൻ ഡീസൽ എടുത്തതാണ്. ഓക്കെ. പിന്നെ ഫോർച്യൂണർ പറയുമ്പോൾ നല്ല ടോർക്ക് ആയിട്ടുള്ളൊരു വെഹിക്കിളാണ്. സോ അത് ഡീസലും കൂടി ആകുമ്പോൾ ഭയങ്കര ഇതാണ്. പിന്നെ ശ്രീഹരിയുടെ ഞാൻ ഓടിച്ചത് ശ്രീഹരിയുടെ ഡീസലാണ്. ഞാൻ പെട്രോൾ, എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു പെട്രോൾ ഫോർച്യൂണർ ഉണ്ടായിരുന്നു, അത് ഞാൻ ഓടിച്ച് നോക്കി. എനിക്ക് ഡീസലിനാണ് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഇഷ്ടപ്പെട്ടത്. പക്ഷേ എൻ്റെ ഒരു ക്യാഷ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ പെട്രോൾ തന്നെ എടുക്കാൻ വിചാരിച്ചപ്പോഴേക്കും എനിക്ക് കുറച്ച് ക്യാഷ് കിട്ടി. അങ്ങനെ ഞാൻ ഡീസൽ എടുത്തതാണ്. ഓക്കെ. സോ പിന്നെ കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു.
ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് കാണിച്ചു തരാം, ഡിക്കി. ഓക്കെ, സോ അത്യാവശ്യം നല്ല രീതിക്ക് സ്പേസ് ഉണ്ട്. പിന്നെ ഇത് ഇതിന് 7 സീറ്റർ ആയത് കാരണം കുറച്ച് സ്പേസ് കുറവാണ്, എങ്കിലും സ്പേസ് ഉണ്ട്. 7 സീറ്റർ ആണ് എന്ന് നമുക്ക് തോന്നത്തില്ല, കാരണം നല്ല രീതിക്ക് സ്പേസ് ഉണ്ട്. പിന്നെ ഇത് 7 സീറ്റർ ആണല്ലോ. സോ അതിൻ്റേതായിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. എന്നാലും ഇത് 7 സീറ്റർ അല്ലായിരുന്നെങ്കിൽ നല്ല രീതിക്ക് സ്പേസ് ഉണ്ട് ഇതിന്. പക്ഷേ ഇത് 7 സീറ്റർ ആയിട്ട് പോലും അത്യാവശ്യം നല്ല രീതിക്ക് സ്പേസ് ഉണ്ട്. ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് പോലും അറിയത്തില്ല. എന്തായാലും പറയാനേ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാവേണ്ട ഈ സാധാ നല്ലത്, ഞാൻ എന്താ വെച്ച് പറഞ്ഞേ. സോ ഇതാണ് എൻജിൻ, ഡീസൽ എൻജിൻ ആണ്. ഓക്കെ, സോ ഇന്ത്യയിൽ നിന്ന് ഇറക്കിയതാണ് ഞാൻ പറഞ്ഞ പോലെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം ഇത് റൈറ്റ് ഹാൻഡ് ആണ്. റൈറ്റ് എന്താ ഇതിനെ പറയുക, റൈറ്റ് സൈഡ് ഡ്രൈവ് അങ്ങനെ എന്തോ കേസ് പറയും. എന്തായാലും മാനുവലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സോ ക്ലച്ച് ഔട്ടി പോകണം. എന്തായാലും നമുക്കിനി വണ്ടി എടുക്കാം. കാരണം ഞാൻ ഓട്ടോമാറ്റിക് എടുക്കാനൊക്കെ വിചാരിച്ച് പിന്നെ അങ്ങോട്ട് മാനുവൽ എടുത്തു. സോ എന്തായാലും മെല്ലെ ഇറങ്ങാം. ഇതിൽ ഞാനിപ്പോൾ ഗെയിമിൽ ഓട്ടോമാറ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ആണെങ്കിൽ നമുക്കൊന്ന് മാനുവൽ ആക്കി നോക്കാം. ഓക്കെ, സോ നമ്മളിതാ വണ്ടി എടുത്തിട്ടുണ്ട്. നല്ല പവർ ഉണ്ട്. ഡീസൽ ആയത് കാരണം കുറച്ചും കൂടി നല്ല പവർ കൂടുതലാണ്. എനിക്ക് ഇതിൻ്റെ ഡീസൽ നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ, അത് പോകുന്നത് കണ്ടില്ലേ, നല്ല രീതിക്ക് നമുക്ക് ഹാൻഡ്ലിങ്ങും ഉണ്ട്. എനിക്ക് ഈ ഫോർച്യൂണറിനോട് എടുക്കാൻ ഭയങ്കര ആഗ്രഹം വന്നത് ശ്രീഹരി എടുത്തപ്പോഴാണ്. ഇല്ലെങ്കിൽ ഞാനിപ്പോഴും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ശ്രീഹരി എടുത്തപ്പോഴാണ് ഞാൻ ഈ വണ്ടി ഓടിക്കുന്നത് തന്നെ. പിന്നെ ഞാൻ ഫോർച്യൂണർ എടുക്കാനായപ്പോഴാണ് ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോർച്യൂണർ പെട്രോൾ ഓടിച്ച് നോക്കിയത്. പെട്രോൾ ആണോ ഡീസലാണോ കുറച്ചും കൂടി നല്ലത് നോക്കാൻ. അയ്യോ, വണ്ടി ഒന്ന് പോയി. അതെന്താ കേസ് പെട്ടെന്നൊന്ന് ബ്രേക്ക് പിടിച്ചത് വണ്ടി അങ്ങനെ സ്റ്റോപ്പായി പോയി. എന്തായാലും നമുക്കൊരു ചെറിയ ഡ്രൈവ് പോവാം. ഞാൻ ബസ്സിലാണ് കേസ് വന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ആയിരുന്നില്ല, ഞാൻ സിറ്റി 2-ലായിരുന്നു. അപ്പോൾ സിറ്റി 2 ആയത് കാരണം സിറ്റി 1 അപേക്ഷിച്ച് കുറച്ച് ദൂരം കൂടുതലാണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ക്ഷീണമുണ്ട്. ഓക്കെ, ഞാൻ രാവിലെ 7 മണിക്ക് ബസ് കയറി, ഇപ്പോൾ 12 മണിയൊക്കെ ആയപ്പോൾ എത്തി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫോർച്യൂണർ കിട്ടുമോ കേസ് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ മേലത്തെ ബ്ലാക്ക് കളർ മാറ്റണമെന്ന് നിങ്ങൾ കാരണം എനിക്ക് മാറ്റണമെന്നുണ്ട്, മാറ്റണ്ടെന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയാം, എന്നാൽ അതിനനുസരിച്ച് ഞാൻ ചെയ്യാം. റൂഫ് ബ്ലാക്ക് വേണോ അതോ വൈറ്റ് തന്നെ മതിയോ എന്ന് നിങ്ങൾ പറയാം. കാരണം അത് ജസ്റ്റ് സ്റ്റിക്കറാണ്, എടുത്ത് കളയാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾ പറ, ഞാൻ അതുപോലെ ചെയ്യാം. ആൻഡ് അതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇതും കൊണ്ട് ഒരു വമ്പൻ ഓഫ് റോഡ് നമ്മൾ പോകുന്നുണ്ട്. സോ ബൂമർ ഇപ്പോൾ ഫ്രീ അല്ല. ബൂമർ ആവശ്യത്തിന് വേണ്ടി ഈ CPF-ത്തിലില്ല, അവൻ പുറത്ത് പോയിരിക്കുക, UAE അവിടെ പോയിരിക്കുക അവനൊരു ആവശ്യത്തിന് വേണ്ടി. സോ അവൻ വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഓഫ് റോഡ് പോകുന്നതായിരിക്കും. സോ നമ്മൾ അന്ന് റേഞ്ച് റോവർ പോയ പോലെ പറ്റിയ ഒരു വീഡിയോ എടുക്കുക, ഒരു റീലും ഉണ്ടാക്കാം. ഓക്കെ, സോ പിന്നെ ഫോർച്യൂണർ ഞാൻ എന്തായാലും വൈറ്റ് ആയിട്ട് തന്നെ നടത്താൻ പോകുന്നത്. കാരണം എനിക്ക് ബ്ലാക്ക് ഫോർച്യൂണർ ഇഷ്ടമാണെങ്കിലും ബ്ലാക്ക് ഫോർച്യൂണറിനേക്കാളും കുറച്ചും കൂടി എനിക്കിഷ്ടം വൈറ്റാണ്. കാരണം ഞാൻ കാണാറ്, നമ്മളവിടെ പോയി ഫോർച്യൂണർ ആണെങ്കിൽ ഞാൻ വൈറ്റേ കാണാറുള്ളൂ. ബ്ലാക്ക് 1-2 വട്ടം മാത്രമേ കണ്ടിട്ടുള്ളൂ. സോ എനിക്ക് വൈറ്റാണ് കുറച്ചും കൂടി ബ്ലാക്ക് ഫോർച്യൂണറിനെക്കാളും ഇഷ്ടം. കുറച്ചും കൂടി എനിക്ക് രണ്ടും ഇഷ്ടമായി. എന്തായാലും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം വൈറ്റ് ഫോർച്യൂണർ തന്നെയാണ്. എന്താ പുള്ളിങ്ങില്ലേ, ഗിയർ കുറച്ച് കൂടിപ്പോയി, 4 പറഞ്ഞു. ഓക്കെ, എന്തായാലും ഞാനിനി ചലിക്കുന്നില്ല. സോ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചെയ്ത് സബ് ചെയ്യുക. ഈ ഫോർച്യൂണർ കൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ഓഫ് റോഡ് വീഡിയോ വരുന്നതും പിന്നെ പറ്റിയാൽ നമ്മുടെ ഡിഫൻഡറിൻ്റെ റിവ്യൂവിൽ എല്ലാവരും കൂടി ആയിട്ടാവും ഉണ്ടാവുക. വണ്ടിക്ക് പണി കിട്ടും. ഓക്കെ, ഇല്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാം ന്യൂലി രജിസ്റ്റേർഡ് എന്നൊക്കെ ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ TP ആ നമ്പർ പ്ലേറ്റിൻ്റെ ആവശ്യമില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ ന്യൂലി രജിസ്റ്റേർഡ് അങ്ങനെ എടുത്താൽ മതി. പക്ഷേ ഇവർ നോക്കുകയാണെങ്കിൽ അപ്പോൾ എങ്ങനെ ട്രാക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ അത് ഇവരെന്തോ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. സോ ഓക്കെ, അയ്യോണ്ട് ഒന്ന്
അതിന് ഇവരെന്തോ ഒരു ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ ഒന്ന് പഠിക്കട്ടെ. ഓക്കെ, സോ എന്തൊക്കെയോ ഒരു ടെക്നോളജി അതിന് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇവിടെ വണ്ടി ഇറക്കണമെങ്കിൽ GPS അങ്ങനെ എന്തോ ഒരു സാധനമൊക്കെ വണ്ടിയിൽ വെക്കണം. GPS അല്ല, എന്തോ ഒരു സാധനം അതൊക്കെ ആക്കിയാൽ മാത്രം നമുക്ക് വണ്ടി ലീഗലി ഓടിക്കാൻ പറ്റത്തുള്ളൂ ഈ CPF-ൽ. പക്ഷേ എൻ്റെ M5 ആ സാധനമില്ല. M5 ഞാൻ ആ സാധനം വെച്ചിട്ടില്ല. അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകണം. കാരണം M5 എന്നാൽ ഞാൻ ഇവിടെ നല്ല എടുക്കുക. അത് ജർമ്മനിയിൽ നിന്ന് അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തതാണ്. അതായത് BMW ജർമ്മൻ ബ്രാൻഡാണ്. സോ ഞാൻ ജർമ്മനിയിൽ നിന്ന് തന്നെ അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെയാണ്. സോ ജർമ്മനിയിൽ നിന്ന് ഇറക്കി ഒന്നും ഞാൻ ചെയ്തില്ല. ഈ വണ്ടി ഞാൻ ഇന്ത്യയിൽ നിന്ന് ഇറക്കി ഇവിടെ ആ GPS പറഞ്ഞ ആ സാധനമൊക്കെ കയറ്റും. അത് കാരണം തന്നെ എൻ്റെ M5 GPS വെച്ചിട്ടില്ല. എപ്പോൾ പോലീസ് പൊക്കിക്കൊണ്ട് പോകുമെന്ന് പറയാൻ പറ്റത്തില്ല. അത് കാരണം അത്രയും വേഗം വെക്കണം. അപ്പോൾ ഇനി ഈ വീഡിയോ ഒക്കെ ഇത്ര തന്നെ ഉള്ളൂ. ഇനി നേരെ ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. സോ നിങ്ങൾക്ക് എന്തായാലും ഇൻറ്റീരിയർ ടൂർ ഞാൻ കാണിച്ചു തന്നില്ല അല്ലേ? ഓട്ടോമാറ്റിക് ഒന്ന് നോക്കട്ടെ. ഇൻറ്റീരിയർ ടൂർ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല, ഞാൻ കാണിച്ചു തരാം. സോ എല്ലാം ഒറിജിനൽ ഫോർച്യൂണർ പോലെ തന്നെ. എവിടെ ഡ്രോൺ? അവിടെയാണ്. ഡ്രോൺ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, സോ ആദ്യം തന്നെ സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് ടൊയോട്ടയുടെ ലോഗോ മാറ്റിയ ബാക്കിയെല്ലാം കറക്റ്റാണ്. ടൊയോട്ടയുടെ ലോഗോ ഇല്ല, കോപ്പിറൈറ്റ് അടിക്കും, അത് തന്നെ. പിന്നെ അത് കാണാം, മീറ്ററാണ്. മീറ്ററും കറക്റ്റ് ഫോർച്യൂണർ പോലെയാണ് തോന്നുന്നു. ഞാൻ ഫോർച്യൂണറാണ് മീറ്റർ ഓർക്കുന്നില്ല. പിന്നെ AC വെൻ്റ് ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ഫോർച്യൂണർ തന്നെയാണ്. AC വെൻ്റ് ഇല്ലേ, ഫോർച്യൂണർ തന്നെയാണ്. പിന്നെ AC കണ്ടില്ലേ, ACൻ്റെ ആ സാധനം. പിന്നെ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. സൺറൂഫ് കാര്യങ്ങളും വരുന്നില്ല. കാരണം ഫോർച്യൂണർ നിങ്ങൾക്ക് അറിയാമല്ലോ, എത്ര ട്രോൾ കിട്ടിയ വണ്ടിയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ. സൺറൂഫ് ഇല്ല, പൈസയ്ക്കില്ല, ഫീച്ചറില്ല എന്നാണ് പറയുന്നത്. പക്ഷേ പൈസയ്ക്കുള്ള സംഭവം ഫീച്ചറൊന്നും ഈ വണ്ടിക്കില്ല. എൻജിൻ പിന്നെ ആ ഒരു ലുക്ക്, അതാണ് വണ്ടിയുടെ മെയിൻ. ഫീച്ചേഴ്സൊന്നും ഈ വണ്ടിയിലില്ല വലുതായിട്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ്. സോ ടാറ്റാ ബൈ ബൈ.